ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് തോറ്റു തുടങ്ങിയാൽ പേടിക്കണം നിങ്ങൾ പറയാറില്ലേ ദൈവത്തിന്റെ പോരാളികളെ. ഇപ്പൊ എന്താ ഉണ്ടായത്? എല്ലാരും തച്ച് നിർത്തുക, 5 കളി തുടർച്ചയായിട്ട് ജയിച്ചു വരിക. അതിൻ്റെ മുമ്പൊക്കെയാണ് പന്തും ചെങ്ങാൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആ ചെക്കന്മാർ ട്രോളൊക്കെ ഇറക്കി. ഇപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ല പണി പന്ത് ഇറങ്ങുമ്പോൾ പാക്കറ്റ് പൊട്ടിച്ചാണ്ട് വെള്ളത്തിലിടുക, പന്ത് ഔട്ടാകുമ്പോൾ ഇളക്കിയാണ്ട് എടുക്കുക. 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞതാണ്. എന്തിനാണ് അയക്ക് 27 കോടി? ഒരു ദിവസം വരും, ഒരു ദിവസം വരും, ഒരു ദിവസം വരും. അടുത്ത കാലത്തൊന്നും വരില്ല. നിങ്ങൾ ഇതൊക്കെ മാറ്റി പറയും. അതെ അതെ. ആകെ ഇപ്പോൾ നൂഡിൽസ് കരിഞ്ഞത് ആ CSK നെറ്റിലെ കളിക്ക് മാത്രമാണ്. ബാക്കിയുള്ള ഇതൊക്കെ തന്നെ പരിപാടി. പെട്ടെന്ന് നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് നിങ്ങൾ വലിയ ചെമ്പിലുണ്ടാക്കേണ്ടി വരും ചെക്കൻ കളിച്ചു തുടങ്ങിയാലേ. അതല്ല രസം. ആ വിഷ്ണു ഓനക്കായി റണ്ണടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കയറി വന്ന് വിഷ്ണു തൊട്ട് വന്നപ്പോൾ പറയാം കുഴപ്പമൊന്നും അവസാനമാണ് കാട്ടുന്നത്. ഞങ്ങളെ ടീം എന്തൊക്കെയോ ആരൊക്കെ കണ്ണേറ് തട്ടിയത്. അതെ അതെ, പന്തിന് കണ്ണേറ് തട്ടിയത്. നല്ല ചെക്കൻ എന്ത് കളിയനു. ആ തിരിച്ചുവരവൊക്കെ ഇന്ത്യൻ ടീമിൽ വന്ന് തിരിച്ചുവരവ് 27 കോടിയാണ്. അത് ഞങ്ങളെ ചെക്കനെ കാര്യമൊന്നുമല്ല. കാരണം ഒരു ലേലം വിളിച്ചോല് കൂട്ടി പറഞ്ഞല്ലേ ഞങ്ങളെ ചെക്കനെ പോയപ്പോ ആണിപ്പോ ഗോയം കഴിഞ്ഞപ്പോ എന്താ പറയാച്ചിട്ടാണ്. ആ അന്ന് ഗവാസ്കർ പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ പറയണ്ടെന്ന് വിചാരിച്ച് മൂപ്പര് നിൽക്കേണ്ടത്. മറ്റേ സ്റ്റുപ്പിഡ് തെളിയിക്കും. അങ്ങനെ സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞ പിറ്റത്തെ ടെസ്റ്റിലെ മൂപ്പർ എന്താ ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഭയങ്കര കാര്യമായല്ലോ, കളി ജയിച്ചല്ലോ ഒന്ന് പറഞ്ഞു കേട്ടാലേ. ഒരു കാര്യമില്ലാത്തപ്പോ 2 അടി അടിച്ചോ. അല്ല അപ്പൊ നിങ്ങളെ ഹിറ്റ്മാനും നില എന്താ കാട്ടി? ഹിറ്റ്മാൻ ഒരു കളിയല്ലേ മോശമായത്. അതിന് മുമ്പ് 2 കളിയല്ലേ ഫോം ആയിട്ടുള്ളൂ. പിറ്റത്തെ കളി അതിന്റെ മുമ്പത്തെ കളിയൊക്കെ എന്തേനു? അല്ല അത് തെക്കും അതും ഇതൊക്കെ തന്നെയല്ലേ. മൂപ്പര് ഫോമിലാണല്ലോ. അതിന്റെ അടിയിൽ ഇപ്പൊ ഒന്നും ഇതായില്ലല്ലോ. ഇത് ഫോമേ ആകണില്ലല്ലോ. പിന്നെ ഞങ്ങളെ സൂര്യ ഉണ്ടല്ലോ, അത് തീജ്വാലയായി ഇങ്ങനെ കത്തിജ്വലിക്കാണ്. ആ ചൂടിൽ എല്ലാവരും ബന്ധുരിക്കാണ്. റിക്കിൾ തന്നെ ഫോമായല്ലോ, എല്ലാവരും ഫോം. ബൗളിങ് അത് ഓരോ ഓവറിൽ 3 വിക്കറ്റൊക്കെയാണ് ബൂമറ എടുക്കണത്. ആ ബൂമറയുടെ വിക്കറ്റൊക്കെ അടിച്ചപ്പോ പൊന്തി പോയി ക്യാച്ച് അവസാനം വെച്ച് കുറച്ച് സ്റ്റെമ്പും പോയി എന്നല്ലാതെ വേറെ ബൂമറൊക്കെ നല്ല 4 വിക്കറ്റ് നിങ്ങൾക്ക് തൊടാൻ കിട്ടണില്ല. ഞങ്ങളെ ക്യാപ്റ്റൻ അറിയാം എങ്ങനെ ബൗളർമാരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ക്യാപ്റ്റന് ബൗളർമാരെ നന്നായിട്ട് ഉപയോഗിച്ചൊന്നുമില്ല, നല്ല കളിക്കാരുണ്ടായതുകൊണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ക്യാപ്റ്റൻ അത്ര നിങ്ങൾക്കും അറിയാം. എന്നിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ പറയണല്ല. ക്യാപ്റ്റൻ ഫാന്റാസ്റ്റിക്, കൂടെ നിൽക്കാൻ കുറെ ആൾക്കാർ. നമ്മൾ അന്നേ പറഞ്ഞാണ് ഈ ടീം വേറെ ലെവലാണ്. നിങ്ങളൊരു 3-4 കളി തോറ്റ് വിചാരിച്ചാണ്ട് മുംബൈനെ എഴുതി തള്ളണ്ടാന്ന്.